ദിനുവേൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിനു, നേരത്തെ വലിയൊരു പരാതി നിങ്ങൾ തന്നെ വിനായകനെതിരെ കൊടുത്തതാണ്. ചില വിഷയങ്ങളിലൊക്കെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണയൊക്കെ അതിനുശേഷം ദിനു കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നടത്തിയ അസഭ്യ പോസ്റ്റ് അത് പുഷ്പാവതി പൊയ്പാടത്ത് ഉന്നയിച്ച ചോദ്യത്തെ പോലും റദ്ദാക്കുന്ന ആ ഒരു മൂവ്മെന്റിനെ തന്നെ റദ്ദാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. വിനായകൻ ഇപ്പോൾ പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നു, അത് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഏത് തരത്തിലാണ് നിങ്ങൾ കാണുന്നത്? ഇതിലൊരു നിയമ നടപടി വിനായകനെതിരെ നിർബന്ധമായിട്ടും ഈ വിഷയത്തിൽ എടുക്കേണ്ടതല്ലേ? നമ്മൾ ഏതൊരു വിഷയത്തിനകത്തും പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനാ ധാർമ്മികതയും പരസ്പര ജനാധിപത്യ ബോധവും പുലർത്തുക എന്നുള്ളത് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിനായകനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. നിരന്തരം ഇത്തരം കാര്യങ്ങൾക്കകത്ത് പ്രതികരണങ്ങൾ, അസഭ്യവാക്യങ്ങൾ ചൊരിയുക, മാത്രമല്ല വ്യക്തിപരമായി വിനായകനിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അന്ന് ആ വിഷയത്തിനകത്ത് പ്രതികരിച്ച സമയത്ത് വിനായകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർ വരികയും അത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്നും ഞാൻ അങ്ങോട്ട് വിളിച്ച് മോശമായി പെരുമാറിയതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്നെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് നടൻ വിനായകൻ എന്ന് പറയുന്നത്. അന്ന് മറ്റൊരു ആക്ടിവിസ്റ്റിന്റെ അടുത്ത് വളരെ മോശമായി സ്ത്രീവിരുദ്ധമായുള്ള രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സമൂഹ മാധ്യമങ്ങളിനകത്ത് ഇതിനെ തുടർന്ന് മോബ് ലിഞ്ചിങ്ങിനാണ് ഞങ്ങൾ അന്ന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അന്നൊരു പക്ഷേ വിനായകന് അമിതമായ സപ്പോർട്ട് കൊടുക്കാതെ അത് കൃത്യമായി തിരുത്തുവാനുള്ള നടപടികൾ പൊതുസമൂഹം കൂടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മാറ്റം വന്നേനെ. ആ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്, കോടതിയുടെ പരിഗണനയിലാണ് നിൽക്കുന്നത്. ഇത്തരം ആളുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണം. വിനായകൻ പറഞ്ഞ അസഭ്യവർഷങ്ങൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് പൊതുശേഷം. ദിനു, ഇതിനകത്തൊരു വശം, ദിനു ഈ ഇതിനു മുൻപും ഈ കാര്യത്തിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അസഭ്യ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിനകത്ത് കൈയടിക്കുന്നവർ, അഭിനന്ദിക്കുന്നവർ, ലൈക്ക് ചെയ്യുന്നവരൊക്കെ ആരാണ് എന്നുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് സൈബർ ഇടതുപക്ഷത്തെ ഒരു വലിയ വിഭാഗത്തിന് ഒരു പുരോഗമനവാദമാണ് ഈ വൃത്തികെട്ട ഭാഷയിലൂടെ വിനായകൻ പറയുന്നത് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് അത് യാതൊരു രീതിയിലും പുരോഗമനപരമായ ഒരു സാധനമായിട്ട് ഒരിക്കലും തോന്നില്ല. മറിച്ച് ഒരു പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട ജനാധിപത്യപരമായ മര്യാദ ഇല്ലാതെ തന്നെയാണ് നടൻ വിനായകൻ ഇടപെട്ട്. അല്ല, അതിലൊരു തർക്കമില്ല ദിനു. ഞാൻ ചോദിച്ചത് ഈ സൈബർ അണികൾ, അതിൽ മിക്കതും ഒരു സൈബർ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്നവരുടെ പ്രൊഫൈലാണ്. നിങ്ങൾക്കും അറിയാം, കാരണം ഒരു മ്യൂച്വൽ കോൺടാക്ട്സിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് ആരൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്. ഇത് ഷെയർ ചെയ്തുകൊണ്ടും ഇത് അഭിനന്ദിച്ചുകൊണ്ടും കൈയടിച്ചുകൊണ്ടും ഒക്കെയുള്ള റീഷെയറിംഗ് പോസ്റ്റുകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്താണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈബർ അണികൾ ഈ നിലപാടെടുക്കുന്നത്? അത് എത്രത്തോളം നാണം കെട്ട ഒരു കാര്യമായിട്ട് കൂടി തോന്നുന്നു ദിനുവേൽ? തീർച്ചയായിട്ടും മാർജിനലൈസ് സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ കലാമൂല്യത്തെയും അവർ നടത്തുന്ന ജനാധിപത്യപരമായ ഇടപെടലുകളെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പുരോഗമനപരമായ ആശയങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതല്ലാതെ അനാവശ്യമായി കൊടുക്കുന്ന ഇത്തരം സപ്പോർട്ടുകളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അത്തരം സപ്പോർട്ടുകളിലൂടെ പൊതുവെ മൂവ്മെന്റുകളുടെ പ്രോഗ്രസിനെ കൂടിയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ പച്ച മനുഷ്യനാണ്, പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, ഇങ്ങനെയൊക്കെയാണ് ഈ അനുകൂലിച്ചവർ പറയുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ വലിയ അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളെയോ അല്ലെങ്കിൽ നടത്തുന്ന ഓക്കെ ഒരു വിപ്ലവകരമായിട്ടുള്ള അത്തരം സമരമുഖത്തെയൊക്കെ റദ്ദാക്കുന്നുണ്ട് വിനായകന്റെ ഇത്തരം പ്രകടനങ്ങൾ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണോ ഇവർക്ക്? അതെ, വിനായകൻ തുടർച്ചയായി ആണതിഹാകാരം, പുരുഷാധിപത്യ മൂല്യം പലതവണയായി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരം മൂല്യങ്ങളിൽ നിന്ന് തന്നെയാണ് യാതൊരു പരിധിയുമില്ലാത്ത ഇത്തരം അസഭ്യ വർഷങ്ങൾ ആളുകൾക്കെതിരെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ മാതൃകൾ കൃത്യമായി പൊയ്കയിലപ്പച്ചനും അയ്യങ്കാളിയും അടക്കമുള്ള ആളുകൾ ഇടപെട്ട, അംബേദ്കർ അടക്കമുള്ള ആളുകൾ ഇടപെട്ട ജനാധിപത്യപരമായ രീതിയാണ് ഈ കമ്മ്യൂണിറ്റി എല്ലാ കാലത്തും പിന്തുടർന്നിട്ടുള്ളത്. ആ ആശയങ്ങളിൽ ഉറച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രതികരണങ്ങൾ. ദിനുവേൽ പ്രതികരിച്ച നുസൂറിലേക്ക് വേണ്ട. നുസൂർ, നേരത്തെ പല പരാതികൾ ഉയർന്നിട്ടുണ്ട്. ദിനുവേൽ അടക്കം കൊടുത്തിട്ടുള്ള പരാതിയാണ്. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല വിനായകൻ എന്നുള്ളതിന്റെ തെളിവ് ദിനു തന്നെ നേരത്തെ കൊടുത്ത കേസുകളുണ്ട്. അന്ന് ദളിത് കോളനിയിലെ കുട്ടികൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിച്ച ദിനുവിൻ്റെ അടുത്തും ഒപ്പം മറ്റൊരു അങ്ങനെയുള്ള ഒരു ലേഡി ആക്ടിവിസ്റ്റിൻ്റെ അടുത്തും വളരെ മോശമായിട്ട് രീതിയിൽ സംസാരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അപ്പോഴും ഈ സാംസ്കാരിക മേഖലകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് ഒരാൾ പോകുന്നുണ്ട്. ഇത് തള്ളിപ്പറയേണ്ട ബാധ്യത
സ്വാഭാവികമായിട്ടും സാംസ്കാരിക മേഖലയിലുള്ളവർക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്കുമുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി യൂത്ത് കോൺഗ്രസ് ഇതിനകത്ത് പറയുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ? വിനായകന്റെ വിഷയത്തിൽ ഇതൊരു ദളിത് ആക്ടിവിസ്റ്റിന്റെ വിഷയമല്ല. ഇതിനകത്തൊരു ജാതി വിവേചനത്തിന്റെ കാര്യവുമല്ല. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വേടന്റെ വിഷയമാണ്. വേടൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു കലാകാരൻ, ആധുനിക കലാരംഗത്ത് നല്ല രീതിയിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നിയമപരമായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് പ്രതികരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റി എന്നുള്ളത് വന്നപ്പോൾ അദ്ദേഹം തന്നെ പരസ്യമായി അത് തെറ്റാണെന്നും ഇനി അത് ആവർത്തിക്കരുതെന്നും അത് അബദ്ധം പറ്റുന്നതാണെന്നും എടുത്തു പറയുവാനുള്ള ഒരു ഭാഗം, ആ പ്രായം പോലും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ കാണിച്ച പക്വത പോലും, അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വേണ്ട വരികൾ മുഴുവനായി അത് സ്വാഭാവികമായും വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന വരികളാണ്. അത് ദളിത് കമ്മ്യൂണിറ്റിക്ക് നേരെ കാലങ്ങളായി ഉള്ള ഒരു വിവേചനത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ആ ഭാഷ. അവരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അത്രയും പ്രായം കുറഞ്ഞ ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ പയ്യൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളും വിനായകൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും വിനായകന്റെ വിഷയത്തിൽ ഒരു ജാതി വിവേചനം എന്നുള്ളതൊന്നും പറയാൻ പറ്റും. ഇത് ജാതിയോ മതമോ ഒന്നും അല്ല പ്രശ്നം. ഇതിനകത്തുള്ള വിഷയം സ്വാഭാവികമായിട്ട് ചിലപ്പോ ഞാൻ വിനായകന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചില്ല. സ്വാഭാവികമായും ചിലപ്പോ ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെയൊക്കെ ഒരു സവർണ ആധിപത്യത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ പോലും അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന്റെ ശരിയോ തെറ്റോ ആ പക്ഷം ഞാൻ പിടിക്കുന്നില്ല. രണ്ടാമത് KJ യേശുദാസിനെതിരെ പലതരത്തിലുള്ള കാര്യങ്ങൾ മുൻപ് വന്നിട്ടുണ്ട്. അതിന്റെയും ശരിയും തെറ്റും ഞാൻ ന്യായീകരിക്കാനോ ന്യായത്തിലോ കിടക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ഇവരെ രണ്ടുപേരെ ഒരു കോണിൽ നിർത്തിക്കൊണ്ട് ഇത് അധസ്ഥിത വർഗത്തിൽപ്പെട്ട ഒരാളാണ്, പറഞ്ഞത് ശരിയാണ് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിനായകൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം സ്വാഭാവികമായും. പക്ഷെ വിനായകൻ നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മുൻപ് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്ന ഭാഷ അന്ന് വലിയ ചർച്ച നടത്തിയതാണ്. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ചാനലടക്കം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വിഷയം. ആ ചാനലിൽ മുഴുവൻ വന്നത് അശ്ലീല പദപ്രയോഗങ്ങളാണ്. അന്ന് ഒരുപാട് ചർച്ചകൾ നടന്നു. അവസാനം ആ പദപ്രയോഗങ്ങൾ നടത്തുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞ സമൂഹമാണ് നമ്മുടെ സമൂഹം. അത് തെറ്റില്ല. അതിനുശേഷം വന്ന കാര്യങ്ങളിൽ ചില സിനിമകളിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഇതൊന്നും തെറ്റില്ല എന്ന് പറയുന്ന അതേ സമൂഹത്തിനിടയിലേക്കാണ് വിനായകനെ പോലൊരാൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഒരു പദപ്രയോഗം നടത്തി. ഞാനൊരു സ്വാഭാവികമായിട്ട് ഒരു സംശയം ചോദിക്കുന്നത്, നടൻ വിനായകൻ ഇതേ സമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ ഇതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ മിനിറ്റുകൾക്കകം ജയിലിൽ കിടന്നേനെ, സംശയമുണ്ട്. മിനിറ്റുകൾക്കകം അറസ്റ്റ് നടക്കുമായിരുന്നു, എന്തെങ്കിലും സംശയമുണ്ട്. അപ്പോ ഇത് സ്വാഭാവികമായും ഇപ്പുറത്ത് അവിടെ സഖാവ് ആയതുകൊണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവി ആയതുകൊണ്ടും അദ്ദേഹത്തിന് എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു പൊതുശല്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകരുത്. കാര്യം വിനായകന്റെ സിനിമകൾക്ക് വാല്യുണ്ട്. വിനായകൻ നല്ല ഒരു കലാകാരനാണ്, അഭിനേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അഭിനയവും നമ്മൾ അംഗീകരിക്കുന്നു. ആ അഭിനയം എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അദ്ദേഹത്തിന്റെ ആ കലാപ്രതിഭാപ്പെട്ടു എന്ന് പറയുന്നത് എന്തും സമൂഹത്തിൽ കാണിച്ചു കൂട്ടാനുള്ള ലൈസൻസ് അല്ല. ലഹരി ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി കാണിക്കാനുള്ള ലൈസൻസ് അല്ല. അത് അദ്ദേഹം മനസ്സിലാക്കണമെങ്കിൽ മാതൃകപരമായിട്ടുള്ള നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെയും ഉണ്ടാക്കണം. ഒരു കാര്യം നിസ്സംശയം പറയാം, ഇത്തരത്തിലാണ് വിനായകൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതിനകത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസോ എന്നുള്ളതല്ല, അതിനേക്കാളും അപ്പുറം ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. ആ സമൂഹം വിനായകൻ എന്ന് പറയുന്ന കലാകാരനെയും കലയെ മറക്കും. അദ്ദേഹത്തിന് ചിലപ്പോൾ നാട് കടത്തിവിട്ട് ഈ കാപ്പയൊക്കെ ചുമത്തി അകത്താക്കാനുള്ള ഒട്ടനവധി കേസുകൾ അദ്ദേഹത്തിന് തന്നെ വന്നിട്ടുണ്ട്. ഇത് നാട് കടത്തേണ്ട സ്ഥിതിയിലേക്ക് തന്നെ വിനായകൻ ഒരു പൊതുശല്യമായി മാറും. മാറാതിരിക്കാൻ അദ്ദേഹം തന്നെ പരിശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാൻ. റൈറ്റ്, തീർച്ചയായിട്ടും. NS നുസൂർ, യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂറാണ് നമുക്ക് ചേർന്ന് വിനായകനെതിരെ പരാതി തന്നെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും വിനായകൻ നിയമ നടപടി വിനായകനെതിരെ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ആ പോസ്റ്റ് പിൻവലിച്ച് എഡിറ്റ് ചെയ്തിട്ട് കൂടിയാണ് വിനായകൻ ഇപ്പോൾ പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ന്യൂസർ വളരെയധികം നന്ദി. ഏതായാലും താരാ സംഘടനകളിലെ ചേരിപ്പോര്, വ്യാജ പരാതിയും കേസുമായി എത്തുന്ന ബിനാമികളും വ്യാജന്മാരുമൊക്കെ ഒരു വശത്ത്, ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഇത്തരത്തിൽ അസഭ്യങ്ങൾ വിളിച്ചു പറയുന്ന
പൊതുശല്യങ്ങളായി മാറുന്ന താരങ്ങൾ മറുവശത്തുമുണ്ട്. മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അണിയറയിൽ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. മറ്റ് വാർത്തകളിലേക്ക് കടക്കാം.